ഇപ്പോൾ ഉള്ളത് സൈഗോൺ സെൻട്രലിലാണ്. ഇൻഡിപെൻഡൻസ് പാലസിൻ്റെ മുമ്പിൽ. ഇൻഡിപെൻഡൻസ് പാലസ് വിയറ്റ്നാമിൻ്റെ ഒരുമയുടെയും വിയറ്റ്നാം വാർ അവസാനിച്ചതിൻ്റെയും പ്രതീകമായി അറിയപ്പെടുന്ന ഇൻഡിപെൻഡൻസ് പാലസ്. സൈഗോൺ സിറ്റി സെൻട്രലിൽ തന്നെയാണ് ഇൻഡിപെൻഡൻസ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. വിയറ്റ്നാമിൻ്റെ സ്വാതന്ത്ര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഇടമായതുകൊണ്ട് തന്നെയാണ് വിയറ്റ്നാം ഇൻഡിപെൻഡൻസ് പാലസ് എന്ന് ഇതിന് പേര് വന്നിട്ടുള്ളത്. 1800-കളിൽ ഫ്രാൻസിൽ നിന്നുള്ള ഫ്രഞ്ച് സർക്കാരാണ് ഈ പാലസ് പണികഴിപ്പിച്ചത്. ആ കാണുന്നതാണ് ടിക്കറ്റ് സെൻറ്റർ. അതിനു മുമ്പിലായി ഒരാൾ മുഖമെല്ലാം മറച്ച് നിറയെ തൊപ്പികളും കൊടികളുമായിട്ടൊക്കെ വിൽക്കാൻ നിൽപ്പുണ്ട് കേട്ടോ. വിയറ്റ്നാമിൻ്റെ കൊടിയും അതിനൊപ്പം തന്നെ ഏതാണ്ട് വാൾചുറ്റിയുള്ള കൊടി, ചുമന്ന കൊടിയൊക്കെ പിടിച്ച് നിറയെ തൊപ്പികളുമായിട്ടാണ് ആളുടെ നിൽപ്പ്. നിറയെ ഉണ്ട്, ആളെ കാണാൻ വയ്യ, മൊത്തം മൂടിയിരിക്കുക. സൗത്ത് വിയറ്റ്നാം പ്രസിഡൻറ്റിൻ്റെ വർക്ക് പ്ലേസും റെസിഡൻസുമായിരുന്നു ഇൻഡിപെൻഡൻസ് പാലസ്. 1800-കളിൽ ഫ്രഞ്ച് സർക്കാർ സൈഗോൺ സിറ്റി സെൻറ്റർ ഭരണകേന്ദ്രമായി പണികഴിപ്പിച്ച പാലസാണിത്. അന്നിതിൻ്റെ പേര് നോർഡൻ പാലസ് എന്നായിരുന്നു. അത് ഗവർണർ ജനറൽ ഓഫ് ഇൻഡോ ചൈനയുടെ ഓഫീസായിരുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഓരോ ആൾക്ക് 40,000 VND വിയറ്റ്നാമീസ് ഡോങ് മുതൽ 65,000 VND വരെയാണ് ഈടാക്കുന്നത്. വിയറ്റ്നാമീസുകാർക്ക് 40,000, വെളിയിൽ നിന്ന് വരുന്നവർക്ക് 65,000 ഇവിടുത്തെ ചാർജ്. ഫോറിൻ കൺട്രീസിൽ നിന്നുള്ളവർക്ക് 65,000 VND. കുട്ടികൾക്ക് 10,000, ചിലപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് കേട്ടോ. ഇവിടെ തന്നെ ബഗ്ഗി ഉണ്ട്. അതിൽ എക്സ്ട്രാ ചാർജ് കൊടുത്താൽ നമുക്കിത് മൊത്തം ഇങ്ങനെ ചുറ്റിക്കാണാം. വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ബോംബിംഗ് ഉണ്ടായി. ആ ബോംബ് ചെയ്യാൻ ഉപയോഗിച്ച എയർക്രാഫ്റ്റാണ് ഇവിടെ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ സംഭവത്തോടു കൂടിയാണ് വിയറ്റ്നാം പൂർണ്ണമായും സ്വതന്ത്രമായത്. 1858 കാലങ്ങളിലാണ് ഫ്രാൻസുകാർ ഇവിടെ വരികയും വിയറ്റ്നാമിൻ്റെ ചില പ്രദേശങ്ങൾ കീഴടക്കുകയും അതിനുശേഷം സൈഗോൺ ആസ്ഥാനമാക്കി അവരുടെ ഭരണം സ്ഥിരാകേന്ദ്രമായിട്ട് ഒരു പാലസ് നിർമ്മിക്കുകയും അതിന് നോർഡാം പാലസ് എന്ന പേര് ഇട്ട് അതിവിടുത്തെ ഗവർണർ ജനറൽ ഓഫ് ഇൻഡോ ചൈനയുടെ ഓഫീസായി പ്രവർത്തിപ്പിക്കുകയും അത് 1868 അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഇവിടെ ഓഫീസായി പ്രവർത്തിച്ചു തുടങ്ങിയത്. തുടർന്ന് വർഷങ്ങളോളം അത് ഫ്രഞ്ച് ഭരണത്തിൻ്റെ കീഴിലാണ് ഇവിടെ ഭരണം നടന്നിരുന്നത്. ഫ്രഞ്ച് ഭരണത്തിനെതിരായി ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കുകയും അക്കാലത്ത് 1945 കാലഘട്ടത്തിൽ ഹോച്ചിമിൻ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് നേതാവായ വിയറ്റ്നാമിൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാവായ ഹോച്ചിമിൻ 1945 ഹനോയിൽ വെച്ച് സ്വാതന്ത്ര്യപ്രഖ്യാപനം നടത്തിയെങ്കിലും ഫ്രഞ്ച് സർക്കാർ അത് അംഗീകരിച്ചില്ല. തുടർന്ന് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനീസ് സൈന്യം കൂടി ഈ വിയറ്റ്നാമിനെ കീഴടക്കിയതോടെ
ജപ്പാനീസ് സൈന്യത്തിനും ഫ്രഞ്ച് സൈന്യത്തിനുമെതിരെ ഹോച്ചിമിൻ ഒരു വിയറ്റ് മിൻ എന്നുള്ളൊരു സംഘടന രൂപീകരിക്കുകയും അവർ 2 അധിനിവേശത്തിനെതിരെ ഗറില്ല പോര്, അതായത് ഒളിപ്പോര് നടത്തുകയൊക്കെ ചെയ്തു. 1945 ആയപ്പോഴേക്കും ജപ്പാനീസ് സൈന്യം പതുക്കെ പിൻവാങ്ങുകയും ഫ്രഞ്ച് സർക്കാരിനെതിരെ പോരാടുന്ന വിയറ്റ് മിന്നിനും മറ്റ് നാഷണലിസ്റ്റ് ഗ്രൂപ്പുകൾക്കും ആയുധവും സഹായവും നൽകി ഫ്രഞ്ച് ഭരണാധികാരികളെ ഇവിടുന്ന് തുരത്തുകയും ചെയ്തു. വിയറ്റ്നാമിൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഹോച്ചിമിൻ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ആ സമയമെല്ലാം ഇത് നോർത്ത് വിയറ്റ്നാമെന്നും സൗത്ത് വിയറ്റ്നാമെന്നും 2ആയിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. സൗത്ത് വിയറ്റ്നാമിൻ്റെ പ്രസിഡൻറ്റിന് ഫ്രഞ്ചുകാർ ഈ പാലസ് കൈമാറുകയും അവരിവിടുന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് സൗത്ത് വിയറ്റ്നാമും നോർത്ത് വിയറ്റ്നാമും തമ്മിലായി യുദ്ധം. അവരെ സഹായിക്കാനാണ് US ആർമിയെ, സൗത്ത് വിയറ്റ്നാമിൻ്റെ ഭരണം നിലനിർത്താനാണ് US ആർമി ഇവിടെ വന്ന് വാറിൽ പങ്കെടുക്കുകയും അവർക്ക് സഹായങ്ങൾ ചെയ്യുകയും അത് വിശ്വപ്രസിദ്ധമായ വിയറ്റ്നാം വാറായിട്ട് എല്ലാവരും അറിയപ്പെടുകയും ചെയ്തത്. ഫ്രഞ്ച് സർക്കാർ ഇത് ഹാൻഡ് ഓവർ ചെയ്തത് സൗത്ത് വിയറ്റ്നാമിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന നഗോ ഡിങ് ദിയമിനാണ്. അതുമുതൽ അദ്ദേഹത്തിൻ്റെ റെസിഡൻസും വർക്ക് പ്ലേസുമായിട്ട് ഈ പാലസ് മാറി. ഈ സമയത്തെല്ലാം വിയറ്റ്നാം വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏകദേശം 12 വർഷക്കാലത്തോളം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു അത്. 1975 ഏപ്രിൽ 30 വിയറ്റ് മിന്നിൻ്റെ നേതൃത്വത്തിൽ വിയറ്റ്നാമി കോങ്ങുകൾ എന്നറിയപ്പെടുന്ന ഗൊറില്ല വാറിലെ പോരാളികൾ ചേർന്ന് ഇവിടെ ഒരു ബോംബിട്ടത്. ഈ ഒരു ഇൻഡിപെൻഡൻസ് പാലസിൻ്റെ മുകളിൽ ബോംബിട്ടു. ഈ ഗേറ്റിലേക്ക് വിയറ്റ് കോങ്ങിൻ്റെ പടയാളികൾ ഇരച്ചെത്തുകയും ചെയ്തു. അതോടുകൂടി സൗത്ത് വിയറ്റ്നാം വാർ അവസാനിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ പാലസിന് ഇൻഡിപെൻഡൻറ്റ് പാലസ് എന്ന് പേരിടുകയും ചെയ്തു. ഈ ബോംബിങ് നടക്കുന്ന സമയത്ത് ഇവിടെ സൗത്ത് വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത് നഗ്വാൻ വാൻ തിയു എന്ന് പറയുന്ന ആളായിരുന്നു ഇവിടുത്തെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ കെട്ടിടത്തിന് ബോംബിട്ടത്. പക്ഷേ അസാസിനേഷൻ വിജയിച്ചില്ല. പരിക്കൊന്നും ഏൽക്കാതെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ അന്നത്തോടുകൂടി നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും ഒരുമിച്ചായി ഒരു രാജ്യമായി മാറി. റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം നിലവിൽ വന്നു. ഇതാണ് പാലസിൻ്റെ മുൻവശം. പ്രസിഡൻറ്റിൻ്റെ ഓഫീസും വാർ റൂമും റിസപ്ഷൻ ഹാള്, ബാങ്കറ്റ് ഹാള്, പ്രസിഡൻറ്റിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ ഇത്ര അടങ്ങിയതാണ് ഈ പാലസ്. മുന്നിൽ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ബാങ്ക്വറ്റ് ഹാളാണ്. 100ഓളം പേർക്ക് ഒരേ സമയം പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ വിഭാവനം ചെയ്ത വലിയൊരു ബാങ്ക്വറ്റ് ഹാളാണ് ആദ്യം തന്നെ കാണുന്നത്. ഗോൾഡൻ നിറത്തിലുള്ള കാർപ്പറ്റും ലൈറ്റ് കളറിലുള്ള കർട്ടനും ഒക്കെ നൽകി നല്ല സുതാര്യതയോടെ ഭംഗിയോടെയാണ് സ്റ്റേറ്റ് ബാങ്ക്വറ്റ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അവസാന ബാങ്ക്വറ്റ് നടന്നിരിക്കുന്നത് മാർച്ച് 1, 1975 മാർച്ച് 1 പ്രസിഡൻറ്റ്
നഗ്വാൻ വാൻ തിയുവിൻ്റെ നേതൃത്വത്തിലാണ്. മെയിൻ ഗോവണി വഴി ആർക്കും പ്രവേശനമില്ല. സൈഡ് വഴിയുള്ള ഗോവണി വഴിയാണ് മേളിലേക്ക് കയറാനും ഇറങ്ങാനും പറ്റുക. ഇവിടെ വച്ചിരിക്കുന്നത് അന്നത്തെ ബോംബിങ്ങിനെ കുറിച്ചുള്ള അറിയിപ്പാണ്. ഇതിന് നേരെ മേളിൽ ടെറസിൻ്റെ ഭാഗത്തായിട്ടാണ് ആ ബോംബ് വന്ന് വീണതും അന്ന് ഈ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. പിന്നീട് ആർക്കിടെക്ട് നോങ് വിയറ്റ് തായ് ആണ് ഇത് ഇപ്പോൾ കാണുന്ന ഈ നിലയിലേക്ക് ഇത് നിർമ്മിച്ചത്. ഇതും വലിയൊരു ഹാളാണ്. ആ ഹാളിനോളം തന്നെ വരുന്ന ഒരു വലിയ റെഡ് കാർപ്പറ്റ് ഇവിടെ ഉണ്ട്. അതിലേക്ക് ഇഷ്ടം പോലെ സെറ്റുകൾ, കുഷ്യൻസ് ഉള്ള സെറ്റുകളൊക്കെ നിരത്തിയിട്ട് ഒരു വലിയ രാജാ കൊട്ടാരത്തിലെ ഒരു വലിയ സ്വീകരണ മുറി പോലുള്ളൊരു ഹാളാണിത്. ഇത് തന്നെ സ്വീകരണ മുറിയാണ്. പ്രധാന അതിഥികളെയൊക്കെ സ്വീകരിച്ചിരുത്തുന്ന പ്രസിഡൻറ്റിൻ്റെ സ്വീകരണ മുറിയാണിത്. കുറച്ച് ഭാഗത്ത് കാർപ്പറ്റ് ചവിട്ടി നാശാക്കാതിരിക്കാൻ ചുരുട്ടി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഭിത്തിയിലായിട്ട് പഴയ രാജാവിൻ്റെ സഭ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. നിറയെ കർട്ടൻസുകളൊക്കെ കൊണ്ട് അലങ്കരിച്ച നല്ല ഭംഗിയുള്ള ഒരു ഹാളാണിതും. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് വിശാലമായൊരു വരാന്തയിലേക്കാണ്. അതിൽ നിന്നും പുറത്തെ കാഴ്ചകളും പുറത്തെ പുൽമൈതാനമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. ഇതാണ് ഇൻഡിപെൻഡൻസ് പാലസിൻ്റെ ആർക്കിടെക്ട് വിസ്മയം എന്ന് പറയുന്നത്. താഴെ കരിങ്കല്ലാണെന്ന് തോന്നുമെങ്കിലും താഴോട്ട് ബേസ്മെൻറ്റ് റൂമുകളുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞു വരുമ്പോൾ കാണുന്നത് ഒരു വലിയ ഹാളാണ്, ക്യാബിനറ്റ് റൂം. പണ്ട് സൗത്ത് വിയറ്റ്നാമിലെ ഭരണാധികാരികൾ ചേർന്നിരുന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് നടപ്പി വരുത്താനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്ന സ്ഥലം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഗോവണികളാണ് ഈ റൂമിൽ കാണുന്നത്. മുകളിലേക്കും താഴേക്കും ഗോവണികളുണ്ട്. ആദ്യം താഴെ പോയി എന്താ കാണാമെന്ന് കരുതി. ഇവിടെ എലിവേറ്റർ സൗകര്യമുണ്ട്. അത് കൂടുതലും വികലാംഗർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ സ്റ്റെപ്പ് ഇറങ്ങാൻ തന്നെ കരുതി. ഈ ഭാഗത്തും ചില റൂമുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. അവിടേക്കൊക്കെ കർട്ടനൊക്കെ ഇട്ട് മറച്ചിരിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഏതായാലും സന്ദർശകർക്ക് അനുവദനീയമായ സ്ഥലമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഗോവണി വഴി താഴോട്ട് ഇറങ്ങാമെന്ന് കരുതി. ആയിരത്തി 1975 കാലഘട്ടം വരെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ബേസ്മെൻ്റാണ് ഇതിൻ്റെ. ഇതാണ് ഹൗസ് ഓഫ് കമാൻഡ് സെൻറ്റർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ. വിയറ്റ്നാം വാർ സമയത്തൊക്കെ ഇവിടെ നിന്നാണ് കമാൻഡുകളും ഓർഡറുകളും എല്ലാം കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത്. അന്ന് വളരെ തന്ത്രപ്രധാനവും അതീവ രഹസ്യവുമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്. 1940 നിർമ്മിതമായൊരു കാറാണിത്. അവസാനത്തെ സൗത്ത് വിയറ്റ്നാം പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്നത്.